ഇന്ത്യ നടത്താൻ പോകുന്ന തിരിച്ചടി അതൊരു വമ്പൻ ഓപ്പറേഷൻ തന്നെയായിരിക്കും. ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനയെ പാകിസ്ഥാൻ മണ്ണിൽ നിന്നും തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇത്തവണത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്ന ഒരു വലിയ ഭീകരൻ എന്ന് പറയുന്നത് ഹാഫിസ് സയ്യിദ് തന്നെയാണ്. പലതവണ പാകിസ്ഥാനോട് ഹാഫിസ് സയ്യിദിനെ തിരിച്ചു തരാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ അതിന് തയ്യാറാകാത്തൊരു സാഹചര്യമാണുള്ളത്. പോരാത്തതിന് ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇല്ലാത്തൊരു ഭീകര സംഘടനയുടെ നിഴൽ സംഘടനയായിട്ടുള്ള റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ലക്ഷ്യം ലഷ്കർ ഇ തൊയ്ബ തന്നെയാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകളെ പാക് മണ്ണിൽ നിന്ന് പിടിതെറിയാനുള്ള ഒരു വമ്പൻ ഓപ്പറേഷൻ ആയിരിക്കും ഇന്ത്യ ഇത്തവണ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ പാകിസ്ഥാൻ കൂട്ടിയിട്ടുണ്ട് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പല ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. ഹാഫിസ് സയ്യിദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹാഫിസ് സയ്യിദിന് പാകിസ്ഥാന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. കാരണം ഹാഫിസ് സയ്യിദിന്റെ തലയ്ക്ക് $1 കോടി അമേരിക്ക അടക്കം വില നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു അന്താരാഷ്ട്ര ഭീകരനാണ് ഈ ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ഈ ഹാഫിസ് സയ്യിദിനെയാണ്. പഹൽഗാം ഭീകരാക്രമണം, തൽഹ സയ്യിദ്, മഹൽ ലഷ്കർ ഇ തൊയ്ബ ആൻഡ് ജമാഅത്ത് ഉദ് ദവ തലവൻ ഹാഫിസ് സയ്യിദ് തന്റെ പിതാവിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ടൈംസ് നൗ ആക്സസ് ചെയ്ത തീയതിയില്ലാത്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദികൾ ഒരാളായി കണക്കാക്കപ്പെടുന്ന തന്റെ പിതാവിനെ ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചേക്കുമെന്നാണ് ഇപ്പോൾ ഭയം തൽഹ പ്രകടിപ്പിക്കുന്നത്. വീഡിയോയിൽ തൽഹ സയ്യിദ്, അതായത് ഹാഫിസ് സയ്യിദിന്റെ മകൻ തൽഹ സയ്യിദ് ഇന്ത്യയുടെ 57 മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദികളുടെ പട്ടികയിൽ നിലവിൽ 32ാം സ്ഥാനത്തുള്ള ഭീകരനാണ്. ഹാഫിസ് സയ്യിദിന്റെ മകനായിട്ടുള്ള തൽഹ സയ്യിദ് എന്റെ അച്ഛനെ കൊല്ലാനാണ് ഇവർ റെഡിയായി വരുന്നത് എന്ന് കൃത്യമായി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ ഒരു സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് തന്റെ പിതാവിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇയാൾ പ്രകടിപ്പിച്ചത്. 166 പേരുടെ മരണത്തിനിടയാക്കിയ 2008 മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ് ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്ന ഈ ഭീകരവാദി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഒരു കേന്ദ്ര ബിന്ദുവായി ഇയാൾ എല്ലാ തവണയും തുടരുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ കൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.